പോലീസ് സ്റ്റേഷന്റെ നടയിലാണ് സംഭവം. അഹമ്മദ് ഒറ്റയ്ക്കുള്ളായിരുന്നു. അഹമ്മദിന്റെ കൂടെ ഒരു അനുജൻ പയ്യനും കൂടെ ഒരു കൊച്ചു പയ്യനോട് കൂടെ ഉണ്ട്. അവിടെ രാഷ്ട്രീയം മുതലെടുക്കുകയില്ലേ ചെയ്യും. പക്ഷെ അതിന് വ്യക്തിപരമായിട്ട് ആക്രമിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഭൂലോകത്ത് മനുഷ്യന് ശേഷിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു രാഷ്ട്രീയം എനിക്ക് നമ്മുടെ രാഷ്ട്രീയമല്ല. വർക്കലയിൽ കഴിഞ്ഞ ദിവസം ഒരു രാഷ്ട്രീയ സംഘർഷം ഉണ്ടായിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട്. DCC മെമ്പറും മത്സ്യത്തൊഴിലാളി ജില്ലാ വൈസ് പ്രസിഡന്റും ഒക്കെയായ ഷാലിബ് ഒരാളെ മർദ്ദിച്ചു എന്നുള്ളൊരു വാർത്തയാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് വർക്കല താലൂക്ക് ആശുപത്രിയിൽ നിന്നാണ്. ആരെയാണ് മർദ്ദിച്ചത്? അഹമ്മദ് ഷാൻ എന്ന് പറയും. നമ്മുടെ പാർട്ടിയുടെ പെരുമം ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു. വളരെയധികം കാലം DFI മേഖല പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹത്തിന് ഒരു വഴിത്തർക്കവുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിയുടെ ഒരു അമ്മയുടെ ചേച്ചിയെ എന്തോ അടിച്ചു എന്നുള്ളൊരു കാരണത്താൽ അതെന്തെന്ന് തിരക്കാനായിട്ട് പോലീസ് സ്റ്റേഷനിൽ വരികയും പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പുറത്ത് നിന്ന് അവരുടെ ബന്ധുക്കാരുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിന്നിട്ട് തിരിയുന്ന സമയത്ത് ഷാലിബ് ഇറങ്ങി വരികയും ഷാലിബ് വളരെ ആക്രോശിച്ചുകൊണ്ട് സംസാരിച്ചു. അപ്പോൾ എന്താണ് സംഭവം നടക്കുന്ന പോലീസ് സ്റ്റേഷന്റെ നടയിൽ വെച്ചാണ്. പുള്ളി പറഞ്ഞതനുസരിച്ച് പറയുന്നതെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ അടുത്ത് ചോദിച്ചു, നിന്നെ ഞാൻ നോട്ടം ഇട്ടിരിക്കുകയാണ്. കാരണം ഇവർ തമ്മിലുള്ള ഒരു സ്പർദ്ധ വരുന്നതെന്ന് പറയുന്നത് ഹോമിയോ ഡിസ്പെൻസറി അനാവശ്യമായിട്ട് കോൺഗ്രസ് പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസിനകത്ത് അതിക്രമിച്ച് കയറി ഡോക്ടറെ അടക്കം അടഞ്ഞു വെച്ചുകൊണ്ട് പഴയ മെഡിസിനുകളാണ് എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട്, ഇതെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണ്, ഉന്നയിച്ചുകൊണ്ട് അവിടെ കുറേ പ്രശ്നങ്ങളും അടിച്ചു പൊട്ടിക്കലും കാര്യങ്ങളും ഒക്കെ നടന്നു. അതിനെതിരെ പോലീസും പഞ്ചായത്തും സർക്കാരും ആ നിലയിൽ മുമ്പോട്ട് പോയപ്പോൾ പുള്ളിക്കെതിരെ പഞ്ചായത്തിലെ ഒരു സ്റ്റാഫ് എന്ന നിലയിൽ പുള്ളിക്ക് മൊഴി കൊടുക്കേണ്ടി വന്നു. ആ മൊഴിക്കെതിരെ കേസായതുമായിട്ട് ബന്ധപ്പെട്ടാണ് പുള്ളിക്ക് കേസായി കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം എനിക്ക് മത്സരിച്ച് പ്രസിഡന്റ് ആവാൻ പറ്റത്തില്ല, ഇതാണ് പുള്ളിയുടെ വാദം. അപ്പം അതുകൊണ്ട് സംസാരിച്ചു, വിളിച്ചു. അപ്പോൾ പുള്ളി അഹമ്മദ് പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയം, എനിക്ക് എൻ്റെ രാഷ്ട്രീയം. വെട്ടൂർ സ്വദേശിയാണ്. അദ്ദേഹത്തിന്റെ വീട്ടിന്റെ ഒരു 200 മീറ്റർ അപ്പുറം തന്നെയാണ് താമസവും. അതെ, ബന്ധു കൂടിയാണ്. അതെ. ഷാലിബ് കോൺഗ്രസ് പാർട്ടിയുടെ DCC മെമ്പറാണ്. അഹമ്മദ് CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു. പുള്ളിയുടെ അമ്മയുടെ അസുഖങ്ങളൊക്കെ കൊണ്ട് ഇപ്പോൾ മാറി വേറൊരാൾക്ക് ചാർജ് കൊടുത്തു. വളരെ കാലം DFIയുടെ മേഖലാ പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ചു. സജീവ രാഷ്ട്രീയ പ്രവർത്തകനാണ് അദ്ദേഹം. ഈ കഴിഞ്ഞ ദിവസം ഈ മർദ്ദനം നടന്നെന്ന് പറഞ്ഞില്ല, മർദ്ദനത്തിൽ ഇദ്ദേഹത്തിന് ഗുരുതരമായ പരിക്കെന്തെങ്കിലും ഉണ്ടോ? അഹമ്മദിനെ അവിടെ നിന്ന് പിടിച്ചിറക്കി തലയിൽ മൊബൈൽ കൊണ്ടിരിക്കുകയും 2-3 പേര് കൂടി ചവിട്ടി തറയിലിട്ടു. അതിനുശേഷം ബലമായിട്ടൊരു ആട്ടോയിൽ പിടിച്ചു കയറ്റിക്കൊണ്ടുപോയി. ആട്ടോയിൽ പിടിച്ചു കയറ്റിക്കൊണ്ട് പോകുമ്പോൾ ആട്ടോയിൽ പിടിച്ചു കയറ്റി സംഭവമൊക്കെ നടക്കുന്നത് നിങ്ങൾ പറയുന്ന അനുസരിച്ചാണെങ്കിൽ വർക്കല പോലീസ് സ്റ്റേഷന്റെ മുന്നിലാണ്. അവിടെ പോലീസ് ഉദ്യോഗസ്ഥരില്ലായിരുന്നു? പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ പോയി തിരക്കി. അപ്പൊ അവര് പറയുന്നത് അവരാരും ഈ ഒരു സംഭവം കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ ചോദിക്കുകയും ചെയ്തു. പോലീസ് സ്റ്റേഷന്റെ നടയിലാണ് സംഭവം നടന്നത്. പോലീസ് സ്റ്റേഷന്റെ നടയിലെന്ന് പറഞ്ഞാൽ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുന്ന വർക്കല, അതെ, രാത്രി ഒരു 8:30 മണി കഴിഞ്ഞതിന് ശേഷം ഒരാളെ ഇത്രയും അടിച്ച് എൻ്റെ ഫ്രണ്ടിൽ നിന്ന് വന്ന ഒരു ആട്ടോയിൽ പിടിച്ചു കയറ്റി കൊണ്ടുപോകുമ്പോഴും നീ ജീവിച്ചിരുന്നാലല്ലേടാ ഇനി സാക്ഷി പറയൂ. മൂക്കും വായും പൊത്തിപ്പിടിച്ചു. ഇവൻ കാലിട്ട് ചവിട്ടി. അവൻ്റെ അനിയൻ കിടന്ന് കാലിൽ പിടിച്ചു വിട്ടു. ആശുപത്രി കൊണ്ടു ചെന്നിട്ട് ഞാനാണത് ചെയ്തത്, എൻ്റെ റിലേറ്റീവാണ്, വേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം, പൈസ ഞാൻ തരും. ഇത് അല്ല, എനിക്ക് ട്രീറ്റ്മെന്റ് വേണ്ട, നിങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞ് എണീറ്റ് ഇവന്റെ അടുത്ത് ഡോക്ടറെ അടുത്ത്. അതായത് നിങ്ങൾ പറയുന്ന അനുസരിച്ചാണെങ്കിൽ തിരക്കേറിയ വർക്കല നഗരത്തിൽ വെച്ച് ഇദ്ദേഹത്തിന് ഇപ്പോൾ അതും പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ച് മർദ്ദിച്ചു. ഈ സംഭവങ്ങളൊക്കെ വേണമെങ്കിൽ ഇവിടെ CCTV ക്യാമറകളൊക്കെ ഉണ്ട്, അത് പരിശോധിച്ചാൽ കിട്ടും. തീർച്ചയായിട്ടും പരിശോധിക്കാം. മിഷൻ ഹോസ്പിറ്റലിലെ CCTV-യുടെ പരിശോധിക്കണം. അവിടുത്തെ വർക്കല മിഷൻ ഹോസ്പിറ്റലിലെ മിഷൻ ഹോസ്പിറ്റലിൽ ചെന്നതിന് ശേഷമുള്ള CCTV പരിശോധിക്കണം. അവിടെ ആകുമ്പോൾ പിന്നെ മൊത്തം CCTV നമ്മുടെ ഗേറ്റ് തൊട്ട് സർവൈലൻസിലാണ്. അവിടെ പരിശോധിക്കണം. അപ്പോൾ ഈ അന്നക്കണക്ക് ഒരാൾ ഇതൊരു സ്റ്റേറ്റ്മെന്റ് നിങ്ങളെ കണക്ക് ഒരു ചാനലിൽ തരുമ്പോൾ ഞാനൊരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ലോക്കൽ കമ്മിറ്റി മെമ്പർ കൂടിയാണ്. അപ്പൊ എനിക്ക് അത്രയും സ്റ്റേറ്റ്മെന്റ് എനിക്ക് അത്രയും വ്യക്തമാണെങ്കിൽ മാത്രമേ ഞാനൊരു സ്റ്റേറ്റ്മെന്റ്. നിങ്ങളുടെ നേതൃത്വത്തിൽ ഈ ദൃശ്യങ്ങൾ പരിശോധിക്കുന്ന എന്തെങ്കിലും നടപടികൾ പൂർത്തിയായിട്ടുണ്ടോ? ഇല്ല. നമ്മുടെ ഇപ്പൊ ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കിയിരിക്കുന്നത് നമ്മുടെ ഒരു സഹാവിന്റെ ആരോഗ്യം എങ്ങനെ വീണ്ടെടുക്കാമെന്നുള്ളതാണ്. ഗുരുതരമായ പരിക്കുണ്ട്. അതിന്റെ റിബ്സിലൊക്കെ ഫ്രാക്ചർ ഉണ്ട്. തലയിൽ പൊട്ടിയിട്ട് ബ്ലഡ് അകത്ത് കൊട്ടിയിട്ടുണ്ട്. ഫ്രാക്ചർ റിപ്പോർട്ട് ഉണ്ട്. അത് ഫ്രാക്ചർ മൈന്യൂട്ട് 2 ഫ്രാക്ചറാണ്. അത് അതിന്റെ A1 അങ്ങനെ അവരുടെ ഒരു നമ്പേഴ്സ് പറഞ്ഞു, ഓർക്കുന്നില്ല. അപ്പോൾ അതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് അതായത് ഹെയർ ലൈൻ അങ്ങനെ എന്തോ ഒരു മെഡിക്കൽ വേർഡ് ഉണ്ട്, ഹെയർ ലൈൻ ഫ്രാക്ചർ എന്നാണ് പറയുന്നത്. അപ്പോൾ അതുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് പുള്ളി ഇപ്പോൾ ഇവിടെ അഡ്മിറ്റ് ആണ്. നിങ്ങൾക്ക് അകത്ത് ചെന്ന് ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ സൂപ്രണ്ട് തരത്തിലായിരിക്കും. അല്ലായിരുന്നെങ്കിൽ പുള്ളിയെ കാണാമായിരുന്നു. അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ. നമ്മുടെ ഇപ്പോൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് എല്ലാവർക്കും അവരവരുടേതായ രാഷ്ട്രീയമാണ്. നമ്മുടെ ഇപ്പോൾ ഇവർ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ കഴിഞ്ഞ ദിവസം രാത്രി 8:30 മണിയോടുകൂടി, അതായത് ശനിയാഴ്ച രാത്രി 8:30 മണിയോടുകൂടി വർക്കല പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ച് ഒരു സംഘർഷം ഉടലെടുത്തു.
വ്യത്യസ്തമാർന്ന രാഷ്ട്രീയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന രണ്ടുപേർ തമ്മിലുള്ള ഒരു സംഘർഷമായിരുന്നു. അഹമ്മദ് എന്ന ഒരാളിനാണ് പരിക്കേറ്റത്. അദ്ദേഹം ഡിവൈഎഫ്ഐയുടെ ഭാരവാഹി കൂടിയാണ്. ഈ മർദ്ദിച്ചതെന്ന് പറയുന്നത് ഷാലിബും ഭാരവാഹിയായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് സജീവ പ്രവർത്തകനാണ്. അപ്പോ ഈ അഹമ്മദിനെ മർദ്ദിച്ചപ്പോ താങ്കളോട് ഉണ്ടായിരുന്നു? ഇല്ല, ഞാനില്ല. ഞാൻ ഫോൺ ചെയ്തിട്ട് വന്നതാണ്. ബന്ധുവാണോ? ബന്ധുവല്ല, പാർട്ടിക്കാരാണ്. അപ്പോ നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് ഇദ്ദേഹത്തിനെ മർദ്ദിച്ചത് ഈ ഷാലിബ് മാത്രമാണോ, മറ്റാരെങ്കിലും കൊണ്ടായിരുന്നു? അവരോടൊപ്പം വേറെ അഹമ്മദിന്റെ മൊഴി ഷാലിബ്, ഷുക്കൂർ, അഹദ് ആ 3 പേരും, പിന്നെ കണ്ടാലറിയുന്ന 4 പേരും. അന്നേരം ഈ അഹമ്മദ് ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നു? അഹമ്മദ് ഒറ്റയ്ക്കുള്ളായിരുന്നു. അഹമ്മദിന്റെ കൂടെ ഒരു അനുജൻ പയ്യനും കൂടെ, ഒരു കൊച്ചു പയ്യനോട് കൂടെ ഉണ്ടായിരുന്നു. താങ്കൾ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ മർദ്ദിച്ച ശേഷം ഈ വർക്കലയിലുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് ഇവർ തന്നെ ആട്ടോയിൽ വലിച്ചു കയറ്റി കൊണ്ടുപോയി. വലിയ സംഭവമാണ്. ആട്ടോയിൽ വലിച്ച് അവര് കയറിയില്ല. കയറാത്തത് കൊണ്ട് എന്ത് ചെയ്ത്, ആട്ടോ വന്ന് കടന്നു നിർത്തി അതിനകത്ത് വലിച്ചു കയറ്റി. ശരിക്കും പറഞ്ഞാൽ സംഘം ചേർന്ന് മർദ്ദിച്ച് അവശനാക്കി തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചു. പോലീസല്ലേ തീരുമാനിക്കുന്നത്. ഇത് നമ്മൾ നോക്കി കാണുന്നത് ഇതിനെ വേറൊന്നുമായിട്ടല്ല, രാഷ്ട്രീയപരമായിട്ടെന്ന് പറഞ്ഞാൽ വ്യത്യസ്ത രീതിയിൽ പ്രവർത്തിക്കുന്ന 2 പ്രസ്ഥാനങ്ങൾ. അത് അവരവരുടെ ആശയങ്ങൾ നടപ്പിലാക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കുക. ഇതാണ് രാഷ്ട്രീയം കൊണ്ട് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും മുൻവൈരാഗ്യമാണെന്ന് പറഞ്ഞാൽ യാതൊരു ബന്ധമില്ലാതെ ഒരു ബന്ധുവിന്റെ തിരക്കാൻ വന്ന ഒരു പ്രവർത്തകന് പബ്ലിക്കായിട്ട് അടിക്കുക എന്നുള്ളത് ഞാനെന്നുള്ള ഭാവം അല്ലെങ്കിൽ ഞാനെന്നുള്ളൊരു ഹുങ്ക് എന്നുള്ള രീതിയല്ലേ വരുന്നത്. അവിടെ രാഷ്ട്രീയം മുതലെടുക്കുകയില്ലേ ചെയ്യും. അപ്പോൾ ഇത് യാതൊരു തരത്തിലും ഈ ഷാലിബ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടൊക്കെ അവിടെ വെട്ടൂർ മേഖലയിലൊക്കെ വളരെ സജീവമായിട്ട് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനായ രാഷ്ട്രീയക്കാരനാണ്. അയാളെ ഏതെങ്കിലും രീതിയിൽ തകർക്കാനുള്ള ശ്രമമൊന്നും അല്ല. ഈ സംഭവങ്ങളൊക്കെ യാഥാർത്ഥ്യമാണ്. ഒരിക്കലുമല്ല. നമുക്ക് അറിയുന്ന പയ്യനാണ്, നമ്മൾ അനിയൻ പയ്യനാണ് ഷാലിബ്. അതിലൊന്നും ഇല്ല. പക്ഷേ ഈ രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നത്തിൽ മാത്രമേ നമ്മൾ വിയോജിപ്പുള്ളൂ. ഏതായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് എന്തൊക്കെ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്? അതായത് എന്തെങ്കിലും രീതിയിലുള്ള പ്രതിഷേധങ്ങളോ മറ്റു സംഭവങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? നമ്മുടെ ജില്ലാ സെക്രട്ടറി MLA ജോയണ്ണടക്കം വന്നു. പേഷ്യന്റ് അഹമ്മദിനെ സന്ദർശിച്ചിരുന്നു. നമ്മുടെ പാർട്ടി ഏരിയ സെക്രട്ടറി, LC സെക്രട്ടറി, ഏരിയ കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും ഇതിനകത്ത് നമ്മുടെ ഒരു ചെറിയൊരു പ്രതിഷേധ പ്രകടനം DFI ഇതിൽ നടത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. വെട്ടൂരാണ്. ഈ ബേസിക്കലി താങ്കൾ പറഞ്ഞ ഒരു ക്വസ്റ്റ്യനെ ഒന്ന് കോട്ട് ചെയ്യുകയാണ്. ഷാലിബ് എന്ന് പറയുന്ന വ്യക്തിയും ഞാനുമായിട്ടും നമ്മുടെ കൊച്ചിലെ തൊട്ട് ഒരുമിച്ച് ഒരേ പ്രായക്കാരാണ്. അതാണ് നമ്മുടെ തമ്മിലുള്ള വ്യക്തിപരമായിട്ട് നമ്മുടെ തമ്മിൽ ശത്രുതയില്ല. നമ്മുടെ തമ്മിലുള്ള രാഷ്ട്രീയ ബന്ധം, രാഷ്ട്രീയത്തിലുള്ള എതിർപക്ഷം മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന് വ്യക്തിപരമായിട്ട് ആക്രമിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഭൂലോകത്ത് മനുഷ്യര് ശേഷിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഒരു രാഷ്ട്രീയം എനിക്ക് നമ്മുടെ രാഷ്ട്രീയമല്ല. അപ്പൊ ഏതായാലും നിയമപരമായ നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ടോ? ഈ ഷാലിബിനെ ഏതെങ്കിലും രീതിയിൽ പോലീസ് ചോദ്യം ചെയ്യുകയോ കസ്റ്റഡിയിലെടുക്കോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇന്നലെ തന്നെ നമ്മുടെ പൊളിറ്റീഷ്യനിൽ പരാതി കൊടുത്തിരുന്നു. പോലീസ് ഇന്ന് വന്ന് മൊഴിയെടുത്തിരുന്നു. മൊഴിയെടുത്തിട്ട് പോയി. ഇപ്പൊ അതിനുശേഷം ഒരു എൻക്വയറിക്കായിട്ടൊരു വന്നിരുന്നു. നമ്മുടെ അറിവിൽ, കാരണം നമ്മുടെ ഇപ്പൊ ഇത്രയും നേരം ഹോസ്പിറ്റലിലാണ് നിൽക്കുന്നത്, ഇതുവരെ യാതൊരു അറിവില്ല. നമുക്ക് എന്തെങ്കിലും നടപടി എടുത്തോ എന്തെല്ലാം പ്രൊസീജിയർ നടന്നു എന്നുള്ളത് അറിയത്തില്ല. ഏതായാലും ഇവർ പറയുന്ന ഒരു വിഷയം ഇതിവിടെ നടന്നിട്ടുണ്ടെങ്കിൽ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണ്. വർക്കല പോലെ തിരക്കേറിയ ഒരു നഗരത്തിൽ, അതും പോലീസ് സ്റ്റേഷന്റെ മൂക്കിന് താഴെ വെച്ച് ഒരു ചെറുപ്പക്കാരനെ സംഘം ചേർന്ന് ആക്രമിച്ചു. അതിന് നേതൃത്വം നൽകിയത് DCC അംഗവും മത്സ്യത്തൊഴിലാളി ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയായ ഷാലിബ് എന്ന വെട്ടൂർ സ്വദേശിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ്. ഈ ആക്രമണത്തിന്റെ കാര്യത്തിൽ DYFI അടക്കമുള്ള പാർട്ടികൾ ഒരു പ്രതിഷേധവും നടത്തുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം. ഇവർ നിയമപരമായ എല്ലാ നടപടികളുമായി മുന്നോട്ട് പോകുന്നു. ഈ അഹമ്മദിനെ വർക്കല താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെ MLA അടക്കമുള്ളവർ സന്ദർശിച്ചു. സ്ഥിതിഗതികൾ വിലയിരുത്തിയതായി അറിയാൻ കഴിയുന്നു. ക്യാമറാമാൻ അനീഷ് മംഗളൂരത്തിനൊപ്പം രജനീഷ്, വിസ്മയ ന്യൂസ്.